ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് മന്തി ഉണ്ടാക്കിയാലോ. ഇനി നമുക്ക് ക്യാപ്സിക്കൻ കട്ട് ചെയ്യാം കേട്ടോ. ക്യാപ്സിക്കൻ എടുക്കണം കേട്ടോ. ഇത് ഉമ്മച്ചി പൊളിപ്പിച്ചെന്ന ഫുഡാണേ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണേ. ഇതുപോലെ കുഞ്ഞു കഷ്ണമായിട്ട് കട്ട് ചെയ്യണേ. സവാള കട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞാൻ കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. വലുതാണെങ്കിൽ ഒന്നെടുത്താൽ മതി, കുഞ്ഞേതാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി. ഇതുപോലെ സ്മോൾ പീസാക്കി കട്ട് ചെയ്യണം കേട്ടോ. മല്ലിയില സ്മോൾ ആയിട്ട് കട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് പുതിന കട്ട് ചെയ്യാം കേട്ടോ. അടുത്തത് നമുക്ക് ചിക്കൻ ഫോക്കായിട്ട് കുത്തി കൊടുക്കേ. മസാല പിടിക്കാനാണ്. ചിക്കൻ നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കേ. അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേ. ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഏലക്കായ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കടുകപ്പട്ട ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം. 2 ചില്ലി ഇട്ട് കൊടുക്കേ. ഇനി നമുക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കേ. കളറിനാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ടടിക്കേ. കുറച്ച് സൺഫ്ലവർ ഒഴിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് എല്ലാതും കൂടി മിക്സ് ചെയ്യാം കേട്ടോ. മാഗി ക്യൂബ് ഇട്ടെടുക്കാം കേട്ടോ. നമുക്ക് പുതിന ഇട്ടെടുക്കാം കേട്ടോ. 2 ഉണക്കനാരങ്ങ ഇട്ടെടുക്കാം കേട്ടോ. നമുക്ക് ഇതിരിച്ചിട്ട് ഗ്ലാസ്സിൽ വെച്ചെടുക്കാം. മൂടി വെച്ചിട്ട് നമുക്ക് വേവിക്കാം കേട്ടോ. റൈസ് ഇടാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ള സാധനങ്ങളാണ്. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ടെടുക്കാം കേട്ടോ. നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് റൈസ് നമുക്ക് വെള്ളത്തിട്ടെടുക്കാം കേട്ടോ. അടുത്ത നമുക്ക് മന്തിക്കല്ല ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ. 2 തക്കാളി, 2 പച്ചമുളക്, 3 ഇല്ലി വെളുത്തുള്ളി. നമുക്ക് തക്കാളി ഇട്ടെടുക്കാം. മൂടി വെച്ചിട്ട് നമുക്ക് അടിച്ചു കൊടുക്കാം കേട്ടോ.
റൈസ് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സൺഫ്ലവറിൻ്റെ ഓയിൽ ഒഴിച്ചേക്കാം. ഇനി നമുക്ക് റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കേ. ചില്ലി നമുക്ക് ഇതിലേക്ക് കുത്തി വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളെ മന്തി റെഡി. എൻ്റെ മന്തി റെഡിയായി. ഇതുപോലെ നിങ്ങളും ചെയ്ത് നോക്കണേ. ബായ്. നിങ്ങൾക്ക് ഇഷ്ടമായതിൻ്റെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം, പിന്നെ ബെല്ലൈക്കനും അടിക്കണം കേട്ടോ.